ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളിൽ 4-ാമത്തെ തിരുമൊഴി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാർട്ടിൻ ലൂഥർ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഗാഡ് ഹാസ് ഫോർസേക്കൻ ഗാഡ് ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദൈവത്തെ കൈവിടുകയോ ആർക്കാണിത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യമാണ് കാൽവരി ക്രൂശിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് അദൃശ്യ ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ദൃശ്യലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാനും വിശകലനം ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അദൃശ്യ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ആത്മാവിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആത്മയാഥാർത്ഥ്യങ്ങൾ, ദൃശ്യയാഥാർത്ഥ്യങ്ങളുണ്ട്, ആത്മയാഥാർത്ഥ്യങ്ങളുണ്ട്. യേശുക്രിസ്തു എന്തുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു? എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പ്രത്യക്ഷത്തിലെങ്കിലും കൈവിട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു? അല്ലെങ്കിൽ അതുകൊണ്ട് എന്തുകൊണ്ട് കർത്താവ് ആ കാര്യത്തെ ചെയ്യുന്നു? ക്രൂശിൻ്റെ വേദനയിൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം, കാൽവരി ക്രൂശിൻ്റെ വേദന അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ മാനുഷികമായി യേശു കർത്താവ് അവൻ കൈവിടപ്പെട്ടു എന്ന നിലയിലേക്ക് ആ വേദന അവനെ അതിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കാം. തീർച്ചയായും കാൽവറി ക്രൂശിൽ വേദന ഉണ്ട്. വേദന ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാവിലത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഫിസിക്കൽ റിയാലിറ്റീസ് ഒരു റിയാലിറ്റി തന്നെയാണ്. വേദന എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. കഷ്ടത എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യൻ്റെ കൈകളിൽ ആണിയടിച്ച് കയറ്റിയാൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ആളുകൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകാം, യേശു ദൈവമല്ലേ? യേശു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വേദന അവന് അനുഭവിക്കണം? ഹിസ് ഗോഡ്ലി, ആ ദൈവികമായ അവസ്ഥയിൽ അവന് വേണമെങ്കിൽ ഈ വേദനയെ എന്ത് ചെയ്യാം? ചേർത്ത് നിൽക്കാം. വേദന അനുഭവിക്കേണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട. എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേദന എനിക്ക് അനുഭവിക്കേണ്ടെന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടെന്നില്ല. കാര്യം ഞാനൊരു വെറും മനുഷ്യൻ മാത്രമാണ്. എനിക്ക് വേണമെങ്കിലുണ്ട്, വേണ്ടെങ്കിലില്ലെന്ന് പറയാൻ പറ്റും? നമുക്ക് ആർക്കെങ്കിലും പറയാമോ വേദന എന്തുവാ? നമുക്ക് അനുഭവിച്ചാൽ അനുഭവിച്ചു, ഇല്ലെങ്കിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. എന്നാൽ യേശുവിന് വേണമെങ്കിൽ വേദന ഒരു ഫിസിക്കൽ റിയാലിറ്റി അല്ലാതാക്കാൻ കഴിഞ്ഞേനെ, വേണമെങ്കിൽ, ബിക്കോസ് ഹി ഈസ് ഗാഡ്. എന്നാൽ അത് യേശു ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അവൻ ഒരു പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ ആരുമായിരുന്നു? ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശു ശരിക്കും ഇതുപോലെ തന്നെ വേദന എടുത്തോ? യെസ്. എനിക്ക് വേദനിക്കുന്നത് പോലെ തന്നെ യേശുവിനും വേദനിച്ചു. എനിക്ക് വിശക്കുന്നത് പോലെ യേശുവിന് വിശന്നു. എനിക്ക് ദാഹിക്കുന്നത് പോലെ യേശുവിന് ദാഹിച്ചു. എനിക്ക് വേദന എടുക്കുന്നത് പോലെ യേശുവിന് വേദനിച്ചു. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എടുത്ത ഒരു വലിയ തീരുമാനമുണ്ട്. അവൻ ദൈവത്തോടുള്ള, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ ആണ് നമ്മളത് കാണുന്നത്. ആ ഭാഗം നമുക്ക് പലപ്പോഴും ഞാൻ ക്രിസ്തുവേശുള്ള ഭാവം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാനിവിടെ വിശദമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് വാട്ട് ഹി വാസ് ഡൂയിങ്? താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് യേശു കർത്താവ് എടുത്ത പ്രധാനപ്പെട്ട, വെൻ ഹി വാസ് കമ്മിങ് ഡൗൺ ടു ദ വേൾഡ്, വെൻ അറ്റ് ദ ടൈം ഓഫ് ഇൻകാർണേഷൻ, യേശു എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്താണ്? അവനെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കുക. അതവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാമായിരുന്നു. പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ തീരുമാനിച്ചു, ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തോടുള്ള സമത്വം സൂക്ഷിച്ചു കൊള്ളുകയില്ല. He never wanted to keep equality with God because he wanted to become like a man, a total man, a complete man. പൂർണ്ണ മനുഷ്യനാകാനുള്ള അവൻ്റെ ഡിസിഷനാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അത്ഭുതം പ്രവർത്തിച്ചെങ്കിലും അവൻ ഒരിക്കൽ പോലും അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചില്ല. മറ്റുള്ളവർക്ക് വിശന്നപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തെങ്കിലും അവന് വിശന്നപ്പോൾ അവൻ ഭക്ഷണം ഉണ്ടാക്കിയെടുത്തില്ല. മറ്റുള്ളവർക്ക് വേദനിച്ചപ്പോൾ അവൻ്റെ വേദന മാറ്റിക്കൊടുക്കാൻ അവൻ പരിശ്രമിച്ചെങ്കിലും അവന് വേദനിച്ചപ്പോൾ ആ വേദന അവൻ വേണ്ടെന്ന് വെച്ചില്ല. ബിക്കോസ് ഹി വാസ് മാൻ. ഭൂമിയിൽ വിശന്നവനായി നിൽക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂശിൽ വേദനിക്കുന്നവനായി നിൽക്കാനും യേശു മനസ്സുള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം.
ഭൂമിയിൽ വിശന്നവനായിരിക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശുവെങ്കിൽ ക്രൂശിൽ വേദനിക്കുന്നവനായി മനുഷ്യത്വത്തിൽ തുടരാൻ അവൻ തയ്യാറായിരുന്നു. He was not using his divine power to ease his pain. അവൻ്റെ വേദനകളെ ലളിതവൽക്കരിക്കുവാൻ വേണ്ടി അവൻ അമാനുഷികമായി ഒന്നും ചെയ്തില്ല. മനുഷ്യൻ്റെ എല്ലാ വേദനകളും അവൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ഫിസിക്കൽ സ്റ്റേജിൽ ആസ് എ മാൻ ഹീ ക്യാൻ ഈസിലി, അത് അങ്ങനെ പറഞ്ഞാൽ പോലും കുറ്റമല്ലെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഫിസിക്കൽ വേയിൽ പറഞ്ഞാൽ പോലും കുറ്റമല്ല. കാര്യം മാനുഷികമായി അത്രയ്ക്കും വേദന അവൻ ഏറ്റെടുത്തു. പക്ഷെ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിനെ ദൈവം, പിതാവായ ദൈവം കൈവിടുമോ? അവിടെയാണ് ചോദ്യം. എന്തുകൊണ്ട് ദൈവം യേശുവിനെ കൈവിട്ടു? എന്തുകൊണ്ട് ദൈവം യേശുവിനെ അവൻ്റെ വേദന അനുഭവിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്തു? യേശുവിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, അവൻ തന്നെ ശൂന്യനാക്കി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്, അതായത് അവൻ്റെ ദൈവികതയുടെ എബിലിറ്റീസ്, ദൈവികതയുടെ പ്രത്യേകതകളൊന്നും ഭൂമിയിൽ ഇരിക്കുമ്പോൾ തനിക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയുന്നതൊക്കെ അവൻ്റെ കമ്പാഷൻ്റെ ഭാഗമാണ്, അവൻ്റെ മനസ്സലിവിൻ്റെ ഭാഗമാണ്. അല്ലാതെ ആരെയും വരുത്താൻ വേണ്ടിയല്ല കർത്താവ് അത്ഭുതമൊന്നും പ്രവർത്തിച്ചത്. അവൻ്റെ മനസ്സലിവിൻ്റെ ഭാഗമാണ്, മനസ്സലിവ്. എന്നാൽ അവൻ തന്നെത്താൻ എംപ്റ്റി ചെയ്തതുകൊണ്ട് മാനുഷികതയിൽ അവൻ അനുഭവിക്കേണ്ട ഏത് സാഹചര്യത്തെയും നേരിടേണ്ടി വന്നപ്പോൾ അവൻ ദൈവികതയെ എംപ്റ്റി ചെയ്താണ് എങ്ങോട്ട് വന്നത്? അവൻ്റെ ബീയിങ്ങിലല്ല, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ അധികാരത്തിൽ. അല്ലാതെ ഒരിക്കലും ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ദൈവത്തിന് ദൈവം അല്ലാതാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ ബീയിങ്ങിൽ അവൻ എല്ലായ്പ്പോഴും ആര് തന്നെ ആയിരുന്നു? ദൈവമായിരുന്നു. പക്ഷേ അവൻ്റെ അധികാരത്തിൽ അവൻ ദൈവമായിരുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ അധികാരമാണ് അവൻ ഒഴിഞ്ഞത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ തീരുമാനിച്ച കാര്യം അതാണ്, മറ്റൊന്നുമല്ല. എന്ത്? ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവമാണ്, തീർച്ചയായിട്ടും യേശു ദൈവമാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ദൈവത്തെ ഒഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് ഒഴിയാൻ കഴിയുന്ന ഏക കാര്യം എന്താണ്? അവൻ്റെ അധികാരം. അത് കർത്താവ് ഉപയോഗിക്കാതിരുന്നു. അതുകൊണ്ട് മാനുഷികമായി ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന സകല വേദനയും യേശു കർത്താവോട് അനുഭവിച്ചു. എവറി കൈൻഡ് ഓഫ് പെയിൻ, ക്രൂശിൻ്റെ സകല വേദനയും മാനുഷികമായി അവൻ അനുഭവിച്ചു. ഒരുപക്ഷെ ആ മാനുഷികതയിൽ അവൻ നിലവിളിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ മാനുഷികതയ്ക്ക് അപ്പുറത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം കൈവിട്ട അവസ്ഥ എന്ന് പറയുന്നത് മാനുഷികമായി ഫിസിക്കൽ സ്റ്റേജിലുണ്ട്, അതേപോലെ തന്നെ ആത്മതലത്തിലുമുണ്ട്. ദൃശ്യലോകത്തിൽ യേശു അനുഭവിക്കുന്നതായ വേദന കൊണ്ട് ഒരുപക്ഷെ യേശുവിന് പറയാം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറയാം. അത് പറഞ്ഞാൽ ഒരു കുറ്റവുമില്ല. കാരണം അവൻ മനുഷ്യനാണ്, അവൻ പറയണം. അവനത് പറയത്തക്ക രീതിയിൽ വേദന അനുഭവിച്ചു. അതുകൊണ്ടാണ് അവൻ എനിക്ക് സമനായിത്തീരുന്നത്. അതുകൊണ്ടാണ് അവൻ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായിത്തീരുന്നത്. എന്നെപ്പോലെ വേദനിച്ചതുകൊണ്ടാണ്. എന്നെപ്പോലെ വേദനിക്കാത്ത ഒരാളായിരുന്നു യേശുവെങ്കിൽ എന്നോട് സഹതാപം കാണിപ്പാൻ അവന് കഴിയുകയില്ലായിരുന്നു. എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്താണ്? നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല. എന്തുകൊണ്ട്? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്ക് ഉള്ള മഹാപുരോഹിതൻ. അവൻ കാൽവറി ക്രൂശിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വേദനയുടെ മാക്സിമം പെയിൻ അനുഭവിച്ചു തീർന്നു. ദാറ്റ് ഈസ് പോസിബിൾ. എന്നാൽ സ്പിരിച്വൽ സ്റ്റേജ് എന്താണ്? എന്തുകൊണ്ട് ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചു? ദൈവം യേശുവിനെ നോക്കിയിട്ട് കണ്ണടച്ചതിൻ്റെ സിമ്പലാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടാകുന്ന കൂരിരുട്ടെന്ന് പറയുന്നത്. അതായത് കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന തൻ്റെ സ്വന്തം മകനെ ദൈവം നോക്കിയിട്ട് കണ്ണടച്ചു. ദേശത്തെല്ലായിടും ഇരുട്ടുണ്ടായി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈനാണ്. അത് അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും പല ഫിസിക്കൽ റിയാലിറ്റീസും ഈ ഭൗതികമായ ദൃശ്യമായ പല യാഥാർത്ഥ്യങ്ങളും അദൃശ്യമായ ആത്മസത്യങ്ങളുടെ പ്രകാശനങ്ങളാണ്. അതിൻ്റെ അർത്ഥം അത് ദൃശ്യലോകത്ത് നടന്നില്ലെന്നല്ല. ദൃശ്യലോകത്ത് നടന്നു. ദൃശ്യലോകത്ത് നടക്കുമ്പോഴും എന്താണ്? അത് അദൃശ്യ ലോകത്ത് നടക്കുന്ന ആത്മയാഥാർത്ഥ്യങ്ങളുടെ ആത്മസത്യങ്ങളുടെ പ്രകാശനമാണ് ദൃശ്യലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ.
ആ ഇരുട്ട് എല്ലാവരും കണ്ടു, എല്ലാവരും അനുഭവിച്ചു, എല്ലാവരും മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളും ആ ഇരുട്ട് കണ്ടു, അല്ലെങ്കിൽ ആ ഇരുട്ടിലായി തീർന്നു. ദാറ്റ് ഈസ് എ ഫിസിക്കൽ റിയാലിറ്റി. അറ്റ് ദ സെയിം ടൈം ഒരു യാഥാർത്ഥ്യത്തിൻ്റെ, ഒരു ആത്മീയ സത്യത്തിൻ്റെ ഒരു പ്രദർശനമാണ്, അല്ലെങ്കിൽ പ്രകാശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് പിതാവ് കണ്ണടച്ചു? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ പാപം ആക്കി. പാപം അറിയാത്തവനെ പാപിയാക്കുകയല്ല. ശ്രദ്ധിക്കണം, യേശു ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും യേശു പാപിയായിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി പാപിയായി തീർന്നെന്ന് ആരും പറയരുത്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഞാനൊരു പാപിയായിരുന്നു, എനിക്ക് പകരമായിട്ട് അവൻ പാപിയായെന്ന് പറയരുത്. അവൻ ഒരിക്കലും എന്തായില്ല? പാപിയായില്ല. പ്രത്യുത ദൈവം അവനെ എന്താക്കി? പാപം ആക്കി. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പാപങ്ങളെല്ലാം, എൻ്റെ പാപം മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും ആദാം മുതൽ ഇങ്ങോട്ട്, ആദാം റിബല്യസ് ആയിട്ട് പഴം പറിച്ചു തിന്ന, അല്ലെങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്ന് ദൈവത്തോട് മത്സരിച്ച മത്സരമാണല്ലോ ആദ്യത്തെ പാപം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് സിൻ എവർ ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യ കുലത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന കാര്യം ആദാം റിബല്യസ് ആയിട്ട് പഴം പറിച്ചു നിന്നാണ്. അന്നത്തെ ആ പാപം മുതൽ ലോകത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് തിരിച്ചു വരുമ്പോൾ ആ നിമിഷത്തിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്താണോ അതുവരെയുള്ള ലോകത്തിലെ സകല പാപങ്ങളെയും യേശു ഏറ്റെടുത്ത് ഹി ബിക്കെയിം സിൻ. God made him sin. അവനെ പാപമാക്കി. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപമെല്ലാം കൂടെ ഒരുക്കി കൂട്ടി വെച്ച് അതിനൊരു മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് കാൽവറി ക്രൂസിൽ തൂങ്ങിയാടുന്നവനായ യേശു. ആ പാപത്തെ നോക്കാൻ കഴിയാതെയാണ് പിതാവായ ദൈവം കണ്ണുകൾ അടയ്ക്കുന്നത്. When he was looking at the cross, he was not seeing his own son who is hanging on the cross, but he was seeing the sin of the mankind. മനുഷ്യവർഗത്തിൻ്റെ പാപം കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുകയാണ്. And the holy God could not just look at him. അവനെ നോക്കാൻ വിശുദ്ധനായ ദൈവത്തിന് കഴിയുന്നില്ല. ഇതാണ് ആത്മയാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രൻ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ കൈവിടുന്നത്, അഥവാ അതിനെ ശ്രദ്ധിക്കാത്തത്, അതല്ലെങ്കിൽ അവൻ്റെ നിലവിളി കേൾക്കാത്തത്. 22-ാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ നിലവിളി എന്താണ് കേൾക്കാത്തത്? യേശുവിൻ്റെ നിലവിളി അവന് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തന്നെയല്ല, കേട്ടിരുന്നെങ്കിൽ എന്തായിരുന്നേനേയും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കണം. പുത്രൻ്റെ നിലവിളി പിതാവ് കേട്ടിരുന്നെങ്കിൽ പിന്നീട് ഈ യുഗങ്ങളിലെ മുഴുവൻ ആളുകളും എന്ത് ചെയ്തേണ്ടി വന്നേനേയും? പാപത്തിൽ തന്നെ തുടരേണ്ടി വന്നേനേയും. അവരുടെ പാപം അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുകയില്ല. അവർക്കൊരു നമ്മളെല്ലാവരും നമ്മുടെ പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ് ഉണ്ടായേനെ, പാപത്തിൽ മരിക്കുന്ന സ്റ്റേജ്. അതുകൊണ്ട് when God was looking at us and the Son, ഇതിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു മൂവിയുണ്ട്, ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇറ്റ്സ് എ സ്റ്റോറി, ഒരു ചെറിയ സ്റ്റോറിയാണ്. സുവിശേഷം അറിയിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ്. യു ക്യാൻ ഹാവ് ഇറ്റ്. അത് ഉപയോഗിച്ച് അതിങ്ങനെയാണ്, ഒരു സ്ഥലത്തെ, ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തുണ്ട്, അവിടെ ഈ ഒരു ട്രെയിൻ പോകുന്ന ഒരു പാസേജാണ്. പക്ഷെ അതിനിടയ്ക്ക് ഷിപ്പ് പോകുന്ന ഒരു സീ പാസേജ്, അല്ലെങ്കിൽ ഒരു പാസേജും കൂടെ ഉണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ ഈ ട്രെയിൻ വരുന്ന സമയത്തേക്ക് ഒരു വലിയ ബ്രിഡ്ജ് ഇവർ കൊണ്ട് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് കപ്പൽ പോകേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഇതിനെ ക്രെയിനിൽ പൊക്കിയെടുത്തിട്ട് നേരെ ഇങ്ങനെ
തിരിച്ച് മാറ്റിവെക്കും. അങ്ങനത്തെ ഒരു അങ്ങനത്തെ സിസ്റ്റം പഴയ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ സുയസിലോട്ടൊക്കെ സുയസ് കനാലുണ്ടല്ലോ, സുയസ് കനാലിനെ ക്രോസ് ചെയ്യാൻ ഞാൻ സുയസ് കനാൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും ഇല്ല, ഇറ്റ്സ് എ ബ്രിഡ്ജ്. പക്ഷേ അതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. കപ്പൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ സാധനം തിരിച്ചു വെക്കുകയാണ്. സുയസിലൂടെ എപ്പോഴും കപ്പൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കപ്പൽ പോകാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? നമുക്ക് പോകാനായിട്ട്, നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ബ്രിഡ്ജ് കൊണ്ടുവെക്കും. പക്ഷേ കപ്പൽ പോകുമ്പോഴത്തേക്ക് അവർ ബ്രിഡ്ജ് എടുത്ത് മാറ്റുകയാണ്. ഇതുപോലൊരു സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതൊരു കാട്ടുപ്രദേശത്താണ് ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്നതായ ഒരു മനുഷ്യൻ, അയാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ട്രെയിൻ വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് ഇത് കയറ്റി വെക്കണം. അങ്ങനെ ഇയാൾ കയറ്റി വെക്കാൻ നോക്കിയ സമയത്ത് പെട്ടെന്ന് ഇത് ഫിക്സ് ആകുന്നില്ല. ശരിക്കും അത് എന്നാണ്, ഒരു മെക്കാനിക്കലായിട്ട് അത് ഫിക്സ് ആകേണ്ടതാണ്. അവർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഫിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ ബൾബ് ഗ്രീൻ ബൾബാകും. പക്ഷേ ഇത് ഫിക്സ് ആകുന്നില്ല. പക്ഷേ ട്രെയിൻ വരികയുമാണ്. ട്രെയിൻ വരുന്ന സമയത്ത് ഇത് ഫിക്സ് ആകാത്തത് കൊണ്ട് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇയാൾ ചെന്നിട്ട് ഒരു ലിവർ വെച്ച് ഇത് അമർത്തി പിടിക്കണം, ഇല്ലെങ്കിൽ ട്രെയിൻ പാളം തെറ്റിപ്പോകും. ഇയാൾ ഓടി ഇറങ്ങി ഈ ലിവർ വെച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാര്യം മെക്കാനിക്കലായിട്ട് അത് നടന്നില്ലെങ്കിലും മാനുവലായിട്ട് അയാൾ അത് ചെയ്തു. അപ്പോൾ ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ്, ഇയാളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലിവറേത് കൈവിട്ടാൽ ഇത് പൊങ്ങിപ്പോവും. അപ്പോൾ ലിവർ താഴ്ത്തി ഇങ്ങനെ പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ പോകാനായിട്ട്. ആ സമയത്ത് ഈ മനുഷ്യൻ്റെ ഭാര്യ 3 വയസ്സ് 4 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു, ഈ കോൾ യുവർ ഡാഡി. ഈ കൊച്ചെന്ത് ചെയ്യുന്നറിയാമോ? ഈ ബ്രിഡ്ജെ കൂടെ ഓടി വരികയാണ്. അപ്പോൾ ഇയാൾ ആകെപ്പാടെ ഒരു ഡിലമേലായി. ട്രെയിൻ അപ്പുറത്തൂടെ വരുന്നു, ഒരു കൊച്ച്, അയാളുടെ സ്വന്തം കുഞ്ഞ് ഓടി ഇങ്ങോട്ട് വരികയാണ്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട്. ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇയാൾ ലിവർ വിട്ടിട്ട് കൊച്ചിനെ ചെന്നെടുക്കാനായിട്ട് നോക്കി. അപ്പോഴത്തേക്ക് ഈ പാലം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ പാലം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിലൊരു പക്ഷേ 1000 1500 പേര് കാണുമായിരിക്കും. ഈ 1500 പേരുടെ ലൈഫ് അപകടത്തിലാണ്. അയാൾ പെട്ടെന്ന് ഒരു പകച്ചു നിൽക്കുകയാണ്, എന്ത് ചെയ്യണം, എന്താണ് അയാളുടെ ചോയ്സ്? അവിടെയാണ് വരുന്നത്. അയാൾ എന്ത് ചൂസ് ചെയ്യും? ഈ ലിവർ ഇട്ടേച്ച് കൊച്ചിനെ പോയി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1500 പേര് മരിക്കും. ഇനി അതല്ല, ഈ ലിവർ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ ട്രെയിൻ കയറിപ്പോകും. എന്ത് ചെയ്യും? എന്താണ് ചൂസ് ചെയ്യേണ്ടത്? അയാൾ പതിയെ കണ്ണുകൾ അടച്ചിട്ട് ഈ ലിവർ താഴ്ത്തി തന്നെ പിടിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഈ പാളത്തിലൂടെ കയറി. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ കടകട ശബ്ദം മാത്രമേ ഉള്ളൂ. ട്രെയിൻ കയറിപ്പോവുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ട്രെയിനകത്ത്, ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ യാത്രയിൽ അത് അമർന്ന് മരിച്ചു പോകുന്ന ഒരു സ്റ്റേജ്. ഇതൊരു ചെറിയൊരു മൂവിയാണ്, ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. അതിന് അവസാനം എഴുതി കഴിഞ്ഞത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ ദാറ്റ് ഹൂസോർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശു ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യുഗങ്ങളായി ഇന്ന് വരെ പിരിഞ്ഞിട്ടില്ലാത്തതാണ് പിതാവും പുത്രനും. ആദ്യം അന്തവുമില്ലാത്തവനാണ് കർത്താവ് പിതാവ്. നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യുഗങ്ങളിൽ ഒരിക്കലും ഇന്നുവരെയും അന്യോന്യം പിരിഞ്ഞിട്ടില്ലാത്ത 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ മാനുഷികമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, വ്യക്തിത്വങ്ങൾ എന്നൊക്കെ. ആര്? പിതാവും പുത്രനും. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും ഡോണ്ട് തിങ്ക് ദാറ്റ് ഗാഡ് വാസ് ഇൻ ഹെവൻ ആൻഡ് ജീസസ് വാസ് ഇൻ എർത്ത് ആൻഡ് ദേ ആർ 2 ഗോഡ്സ്. അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. അങ്ങനെ 2 ദൈവങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അവർ പിരിഞ്ഞിട്ടില്ല. യുഗങ്ങളിൽ ഒരിക്കലും പിതാവും പുത്രനും തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല? പിരിഞ്ഞിട്ടില്ല. യുഗങ്ങളിൽ ഒരിക്കലും ഒരു നിമിഷം പോലും അവർ രണ്ടായിരുന്നിട്ടില്ല. അതിന് കഴിയുകയില്ല. ഒരു സെപ്പറേഷൻ അനിവാര്യമാണ്. ഇവിടെ ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സെപ്പറേഷൻ, ഇതുവരെയും യുഗങ്ങളിൽ ഒരിക്കലും പിരിഞ്ഞിട്ടില്ലാത്ത പുത്രനും പിതാവും. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ പിതാവ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്നത് തൻ്റെ മകനല്ല, പ്രത്യുത ആരാണ് ഇവിടെ? മനുഷ്യവർഗത്തിൻ്റെ പാപം. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി
പാപമാക്കി. പിതാവ് അവനെ നോക്കിയിട്ട് അവനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ, ഇഫ് ഹി വാസ് സേവിങ് ഹിസ് ഓൺ സൺ, പിതാവ് പുത്രനെ യേശുവിനെ രക്ഷിക്കാൻ നോക്കിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മളെല്ലാവരും അധമ പാതാളത്തിലേക്ക്, നമ്മളെല്ലാവരും നരകത്തിൻ്റെ ആഴത്തിലേക്ക് പോകും. ഒരു ചോയ്സ് അത്യാവശ്യമായി വന്നപ്പോൾ, അതാണ് മറ്റേ കഥയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ബ്രിഡ്ജ് എന്ന സ്റ്റോറിയുടെ കഥ. ആർക്കും സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ ഇഷ്ടമില്ലല്ലോ, ഉണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു അപ്പൻ എൻ്റെ മകൻ ട്രെയിൻ കയറി മരിക്കട്ടെ എന്ന് പറയുമോ? ഇല്ല. രക്ഷിക്കണമെന്നുണ്ട്, മകനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ മകനെ രക്ഷിച്ചാൽ 1500 പേരുടെ ജീവൻ അപകടത്തിലാണ്. ഈ 1500 പേരെ രക്ഷിച്ചാൽ മകൻ്റെ ജീവൻ അപകടത്തിലാണ്. ഈ ഒരു ക്രൈസിസിലാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് വന്ന സമയത്തെ പിതാവ്. എന്ത് ചെയ്യണം? ഒരു വല്ലാത്ത ക്രൈസിസാണ്. എന്ത് ചെയ്യണം? എന്നാൽ ദൈവം എന്ത് ചെയ്തു? എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ സ്വന്തം മകൻ്റെ മുകളിലൂടെ മരണത്തിൻ്റെ തീവണ്ടി കയറി പോകാൻ അനുവദിച്ചു. എന്നെയും നിങ്ങളെയും നിത്യതയിൽ നരകത്തിലേക്ക് തള്ളിയിടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് ദൈവകോപത്തിൻ്റെ ശിക്ഷാവിധിയുടെ തീവണ്ടി യേശുവിൻ്റെ ശരീരത്തിലൂടെ കയറിപ്പോകുവാനായിട്ട് അനുവദിച്ചു. ഇതാണ് ദൈവസ്നേഹം. ഇതാണ് നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്ന ദൈവസ്നേഹം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ പുത്രനെ നൽകുവാൻ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണ്, നമുക്ക് വേണ്ടി ദൈവത്തെ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 6 വായിക്കുമ്പോഴത്തേക്ക്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ എന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ, അത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ, ഇൻഫാക്ട് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ പിതാവ്, ഇല്ല മോനെ, ഞാൻ നിന്നെ കൈവിടില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മുഴുവൻ നിത്യനരകത്തിൽ, നിത്യനാശത്തിൽ കഴിയേണ്ടി വന്നേനെ. അവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം. ആ മനുഷ്യൻ 1500 പേരുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ തയ്യാറായതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി, ദ ഹോൾ മാൻ കൈൻഡ്, ടോട്ടൽ മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ യാഗമാക്കുവാൻ യേശു കർത്താവ് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അവിടെയാണ് കർത്താവ് മുഖം മറയ്ക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനം, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മൾ അവിടെ കാണുകയാണ്. നമ്മൾ 5-ാമത്തെ തിരുമൊഴിയിലേക്ക്, നമ്മൾ ക്രൂശിലെ 4 തിരുമൊഴികളാണ് നമ്മൾ കണ്ടത്. ആദ്യത്തേത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, മധ്യസ്ഥതയ്ക്കായുള്ള അപേക്ഷയാണെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും അത് പ്രസക്തമാണ്. പാപം അറിയാതെ ചെയ്താലും മധ്യസ്ഥതയുടെ അഭാവത്തിൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് തന്നെയല്ല, പാപം ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു മധ്യസ്ഥത എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവകോപം അവൻ്റെ മേൽ പതിക്കാതെ അറിവിലേക്ക്, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയായ്മ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അറിവിലേക്ക് അവരെ തിരിച്ച് മടക്കി വരുത്തുവാനുള്ള, അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത എന്ന് പറയുന്നത്. ഓൾവേസ് മധ്യസ്ഥതയുടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. മധ്യസ്ഥത ഒരു മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നില്ല, പക്ഷേ മധ്യസ്ഥത ദൈവകോപം അവൻ്റെ മേൽ നിപതിക്കുന്നതിന് താമസം വരുത്തുന്നു എന്ന് തന്നെയല്ല, ഇവർ അറിയായ്മ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള അറിവിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിനാണ് നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത്. അറിവിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിളിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്ന്, അവനെ അറിയുക. രണ്ടാമത്തേത് എന്താണ്? അവനെ അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുക. അതുകൊണ്ട് നമ്മൾ അവനെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവനെ അറിയുന്നത് വരെയും ആളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മധ്യസ്ഥത അണയ്ക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. മൂന്നാമത്, യേശു കർത്താവ് തൻ്റെ അമ്മയോട്, മറിയയോട് പറഞ്ഞു, യോഹന്നാനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നതാണ് നമ്മൾ 3-ാമത്തെ തിരുമൊഴിയാണ് നമ്മൾ കാണുന്നത്. 4-ാമത്തെ തിരുമൊഴി നമ്മളിപ്പോൾ വായിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഒരു പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്
ദൈവം യേശുവിനെ കൈവിടാതിരുന്നെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയേനെ. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 5-ാമത്തെ തിരുമൊഴി എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അത് അവൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് ദാഹിക്കുന്നു. അതാണ് 5-ാമത്തെ തിരുമൊഴിയായി നമ്മൾ കാണുന്നത്. ക്രൂശിന്മേൽ കിടക്കുന്ന ഒരു മനുഷ്യന് ദാഹിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. കാര്യം യേശുവിനെ പോലെ, അല്ലെങ്കിൽ ആ കഷ്ടതയുടെയും നമുക്കെപ്പോഴും എന്താണ്, വെൻ വി ആർ എക്സേർട്ടഡ്, നമ്മളുടെ നമ്മുടെ അധ്വാനത്തിൽ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുത്തിനെ തല്ലി അവശനാക്കി കഴിഞ്ഞാൽ അവൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ ചോദിക്കുന്നത്? അല്പം വെള്ളം. അന്നേരം ആഹാരമൊന്നുമല്ല ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? വെള്ളം. പീഡിപ്പിക്കപ്പെടുന്ന ആളുകളും ആരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണെന്ത്? അല്പം വെള്ളം, ഒരു ദാഹത്തിൻ്റെ ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിസിക്കലി അവന് ഏതെങ്കിലും കാരണവശാൽ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റമൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞത്, ഫിസിക്കലി മാനുഷിക നിലയിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നത് ചോദിച്ചാലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അത് കുറ്റം പറയാൻ പാടില്ല. കാരണം എപ്പോഴും യേശു കർത്താവ് മാനുഷികത ഉപേക്ഷിക്കാത്ത ആളാണെന്ന് ആലോചിക്കണം. ദൈവികത ഏറ്റെടുക്കാതെ, അല്ലെങ്കിൽ ദൈവികതയുടെ അവൻ്റെ കഴിവുകളെ, അവൻ്റെ എബിലിറ്റീസ്, അവൻ്റെ അതിനുള്ള അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തിയെ, ദൈവികതയുടെ ശക്തിയെ അവൻ ഒരിക്കലും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ആ മാനുഷികതയുടെ പൂർണ്ണതയിൽ എല്ലാ തരത്തിലും അവൻ എല്ലാം സഹിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴെന്താണ് ഇവൻ പറയുന്നു? എനിക്ക് ദാഹിക്കുന്നു. ഇതിനും ഒരു മാനുഷിക വശവും ഒരു അല്ലെങ്കിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യവും ഒരു ആത്മയാഥാർത്ഥ്യവുമുണ്ട്. അതിനകത്ത് ദൃശ്യ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇത്രയും കഷ്ടം സഹിച്ച ഒരാൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അവരുടനെ തന്നെ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അവര് ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മാത്യു അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിൽ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ഇവിടെയും ഇതേപോലെ തന്നെ പറയുന്നത്. ഇവിടെ പറയുന്നത് കയ്പ് കലക്കിയ വീഞ്ഞ്. കയ്പ് കലക്കിയ വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്പിച്ച വീഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല, ട്രക്ഡ് വൈനാണിത്. ട്രക്ഡ് വൈൻ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇതുപോലെ വേദന എടുക്കുന്ന ആളുകളോട് മനസ്സലിവ് തോന്നുന്ന ആരെങ്കിലും എന്ത് ചെയ്യുമെന്നറിയാമോ? സ്വാഭാവികമായും വേദന സംഹാരിയാണിത്. വേദന സംഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേദന അനുഭവിച്ചതല്ലേ, പാവം കുറച്ചു നേരം മയങ്ങിക്കിടക്കട്ടെ എന്നുള്ള നിലയിൽ വേദന സംഹാരിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനത് രുചി നോക്കിയെന്ന് എഴുതുന്നുണ്ട്. പക്ഷെ രുചി നോക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് രുചി നോക്കിയാണ് അവന് കുടിപ്പാൻ മനസ്സായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം നടക്കുന്ന ഒരു കാര്യമാണ്. 69-ാമത്തെ സങ്കീർത്തനം, സാംസ് 69 അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് 21 നമ്മളിങ്ങനെ കാണുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഇറ്റ് ഈസ് വിനിഗർ ചേർത്ത, അല്ലെങ്കിൽ ട്രക്ഡ് ആയിട്ടുള്ള, അതായത് വേദന സംഹാരി കലർത്തിയ, വിനിഗർ കലർത്തിയതായ വീഞ്ഞാണ് യേശുവിന് കുടിക്കാൻ കൊടുക്കുന്നത്. അവൻ അത് രുചിച്ചു എന്നുള്ളത് ശരിയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ അത് കാണുന്നത് അതാണ്. ഈ വേദനയിൽ അല്ലെങ്കിൽ ദാഹത്തിൽ അവൻ എന്ത് ചെയ്തു? he was just tasting it and he understood that it is drugged wine. അവനത് രുചി നോക്കിയാറെ അവൻ എന്ത് മനസ്സിലായി? ഇത് ട്രക്ഡ് വൈൻ ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് അവന് കുടിക്കാൻ മനസ്സ് വന്നില്ല. എന്തുകൊണ്ട് മനസ്സ് വന്നില്ല? മറ്റൊന്നുമല്ല, വേദന സംഹാരിയിലൂടെ വേദന കുറയ്ക്കാൻ അവൻ ആ സമയത്ത് ആഗ്രഹിച്ചില്ല. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുന്ന യേശു അതിൻ്റെ വേദനയുടെ പാരമ്യത അനുഭവിക്കുവാൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
അല്ലാതെ ക്രൂശിൽ യേശു ബോധം കെട്ട് മരിക്കുകയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചൊറുക്ക അല്ലെങ്കിൽ വിനീഗർ അതല്ലെങ്കിൽ ഡ്രഗ്ഡ് വൈൻ കുടിച്ചിട്ട് യേശു ബോധം കെട്ട് മരിക്കുകയല്ല. നല്ല ബോധത്തോടുകൂടെ വേദനയുടെ പാരമ്യതയിൽ, നമ്മൾ മനസ്സിലാക്കുക, വേദനയുടെ പാരമ്യതയിൽ ദ ഹോൾ തിങ്, ദ ഹോൾ പെയിൻ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഏറ്റെടുക്കുന്ന ആ പ്രക്രിയയിൽ യാതൊരു കുറവുമുണ്ടാകാതെ വണ്ണം യേശു അതിൻ്റെ സകല വേദനയും ഏറ്റെടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട്, ദ ഹോൾ തിങ്. ഒരിക്കലും അവൻ എന്താണ് ഒരു പക്ഷേ നിവൃത്തിയായി എന്ന അടുത്ത വാക്കിനകത്ത് പറയുമ്പോൾ പറയാൻ ഉള്ളൊരു കാര്യമുണ്ട്. അവൻ്റെ വേദനയും പൂർണ്ണമായിരുന്നു. ഈവൻ ഹിസ് പെയിൻ വാസ് കംപ്ലീറ്റ്. എവ്രിതിങ് വാസ് കംപ്ലീറ്റ്. ടോട്ടലി ഇറ്റ് വാസ് കംപ്ലീറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിടവുകളില്ല, ലാക്കിംഗ് ഇല്ല, കംപ്ലീറ്റ്, പൂർണ്ണമായിട്ടും നമ്മുടെ വേദനയുടെ പാരമ്യത അനുഭവിക്കുവാൻ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിക്കുമ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴികൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിന് ഒരു പ്ലെയിൻ മീനിങ് ഉണ്ട്, അതേസമയം സ്പിരിച്വൽ റിയാലിറ്റീസ് ഉണ്ട്, ഇന്നത്തെ പ്രസക്തിയുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മീനിങ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ കാര്യത്തിലും എൻ്റെ പ്ലെയിൻ മീനിങ് ആദ്യം പറയുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നുള്ളത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഹി വാസ് സഫറിങ് എ ലോട്ട് ആസ് എ മാൻ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദുരന്തങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. ദൃശ്യ യാഥാർത്ഥ്യമാണ്. കാൽവരി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശുവിൻ്റെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ ഒരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്ലെയിനായിട്ട് യാതൊരു ചിന്തയിലും നമ്മൾ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ വേദനയിൽ അവൻ പറയുകയാണ്, വൈ യു ഹാവ് ഫോർസേക്കൻ മീ ആസ് എ ഹ്യൂമൻ ബീയിങ്. അത് 22 സങ്കീർത്തനത്തിൽ പറയുന്ന ആൾ പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാൻ സാധ്യതയുള്ളതായ ഒരേ വാക്ക് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ആത്മതലത്തിലേക്ക് കയറുമ്പോൾ എന്താണ് ഫോർസേക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. അതായത് ദാറ്റ് ഈസ് സംതിങ് മോർ ദൻ ദാറ്റ്. ഫിസിക്കൽ അല്ലെങ്കിൽ ദൃശ്യ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അദൃശ്യ യാഥാർത്ഥ്യം, ഒരു ആത്മയാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? യേശുക്രിസ്തു ഹ്യൂമൻ, മാനുഷികമായി ഏറ്റെടുക്കുന്ന വേദന മാത്രമല്ല. അതുകൊണ്ട് മാത്രമല്ല കർത്താവ് കൈവിട്ടെന്ന് പറയുന്നത്. പകരം എന്താണ്? ഇൻ ദ സ്പിരിറ്റ് വേൾഡ്, ആത്മതലത്തിൽ അവിടെ തൂങ്ങിയാടുന്നത് ആരല്ല? ഒരു മനുഷ്യനല്ല, പ്രത്യുത നമ്മുടെ നീതിക്ക് വേണ്ടി ദൈവം പാപമാക്കിയ യേശുവാണ്. ഇതേപോലെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലെയിൻ മീനിങ് എന്താണ്? ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശു ദാഹിച്ചു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു രീതിയിലും ഒരു കുറവില്ല, ഒരു തെറ്റില്ല. എന്നാൽ അതിനൊരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ആ സ്പിരിച്വൽ മീനിങ് എന്താണ്? ആ സ്പിരിച്വൽ മീനിങ് അവൻ്റെ ദാഹം വെറും വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം മാത്രമല്ല, അതിന് ആത്മാവിലെ ഒരർത്ഥമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു അവിടെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഈവൻ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും, ജോൺ ചാപ്റ്റർ 4-ൽ കർത്താവ് ശമരിയയിലൂടെ കടന്നു പോകുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ചാപ്റ്റർ 4-ൽ അവിടെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 4-ന്റെ 6 വായിക്കുമ്പോൾ, അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. 6-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഇറ്റ് ഇസ് 12 in the noon, 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണിയാണ്. അവിടെയും സ്വാഭാവികമായി ഒരു മനുഷ്യന്, നടന്നു വരുന്ന മനുഷ്യന്, ശരിക്കും അവർ നടന്നു വരികയാണെന്ന് ആലോചിക്കണം. അതായത് യഹൂദ്യയിൽ നിന്ന് ശമരിയയിലൂടെ നടന്നു വരികയാണ്. സാധാരണ നിലയിൽ ശമരിയയിലൂടെ ഇവന്മാർ നടന്ന് വരത്തില്ല. യേശു നിർബന്ധിച്ചുകൊണ്ടായിരിക്കും അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശമരിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ്. ഇവർക്ക് ശമരിയയിലൂടെ പോകാനുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. കാര്യം ശമരിയ പട്ടണത്തിലൂടെ നടന്നു പോകാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. കാര്യം ശമരിയരെ അവർ ഒരു 2ാം-കിട പൗരന്മാരായിട്ടോ അല്ലെങ്കിൽ ദൈവികതയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ അറയ്ക്കപ്പെട്ടവരായിട്ടോ ഒക്കെ കണക്കാക്കിയിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ പ്രാർത്ഥനകളിൽ ചില സമയത്തൊക്കെ റബനിക് പ്രേയേഴ്സിൽ പറഞ്ഞിരുന്നു, കർത്താവേ നീ എന്നെ ഒരു സ്ത്രീയായിട്ടോ ശമരിയനായിട്ടോ നായയായിട്ടോ സൃഷ്ടിക്കാഞ്ഞതിന് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നെന്ന് പ്രാർത്ഥിച്ച റബിമാരുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയ്ക്കും ശമരിയരോട് അവർക്ക് അറപ്പോ വെറുപ്പോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ
അവർ സാധാരണ രീതിയിൽ യഹൂദിയയിൽ നിന്ന് ഗലീലയ്ക്ക് പോകണമെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം അവർ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് യോർദാൻ നദി ക്രോസ് ചെയ്ത് ട്രാൻസ് ജോർദാനിലെത്തും. എന്നിട്ട് ശമരിയയിൽ കയറാതെ അതിൻ്റെ വടക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഭാഗത്തും കൂടെ നടന്ന് വീണ്ടും യോർദാനിൻ്റെ കോർണറിൽ വന്നിട്ട് ഗലീലയിലേക്ക് പിന്നെ യോർദാൻ ക്രോസ് ചെയ്തു. നേരിട്ട് അങ്ങോട്ട് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവന്മാരെന്ത് ചെയ്യും? സ്വാഭാവികമായി ശമരിയയിലൂടെ പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ആദ്യം യോർദാൻ നദി ക്രോസ് ചെയ്ത് ട്രാൻസ് ജോർദാനിലെത്തി പിന്നീട് അവിടുന്ന് വടക്കോട്ട് നടന്ന് എന്നിട്ട് ഒടുവിൽ പിന്നെ യോർദാൻ നദി പിന്നെയും ക്രോസ് ചെയ്ത് ഗലീലയ്ക്ക് പോകുന്ന പാർട്ടികളാണ് ഈ യഹൂദന്മാർ. പക്ഷേ യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, ഇല്ല, നമ്മൾ ശമരിയയിലൂടെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, ശമരിയയിലൂടെ കടന്ന് പോകേണ്ടി വന്നെന്ന്. ശമരിയയിലൂടെ കടന്ന് പോകേണ്ടി വന്നു. ഇനി കർത്താവിൻ്റെ കൂടെ നടന്നുള്ള വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇങ്ങോട്ട് പോകാൻ പറ്റുകയില്ല അല്ലേ? അവൻ പോകുന്നിടത്തല്ല പോകാൻ പറ്റുള്ളൂ. അവനെ ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലൂടെയും പോകേണ്ടി വരും. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പോകേണ്ടി വരും, ഇല്ലേ? അങ്ങനെ പോയി ശമരിയ പട്ടണത്തിൽ അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ഉറവിനരികെ രാവിലെ തൊട്ട് നടക്കുകയാണ്. ഒരുപക്ഷെ 12 മണി ആയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, വല്ലതും കഴിക്കണമല്ലോ. കർത്താവ് പറഞ്ഞു, കാണാൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. അവൻ പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ ടൗണിലൊന്ന് പോയി നോക്കട്ടെ, വല്ല ജൂയിഷ് റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോയെന്ന്. വല്ല ജൂയിഷ് റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ? ഇവിടെയൊക്കെ ഉള്ളവന്മാർ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയത്തില്ല, ഇല്ലേ? ചില മിഷണറിമാരുണ്ട്, മിഷൻ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാലും ജൂയിഷ് റെസ്റ്റോറൻറ്റ് പോയി നോക്കി പോകുന്ന പാർട്ടികളുണ്ട്. ജൂയിഷ് റെസ്റ്റോറൻറ്റ് നോക്കി പോകുന്ന ആ പാർട്ടികൾ, അല്ലേ? അവർ പോയ സമയത്ത് യേശു ശമരിയക്കാരി സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്നതായ ശമരിയക്കാരി സ്ത്രീ, ശമരിയയിൽ എത്രയോ ആളുകളുണ്ട്, എന്നാൽ ഒരു സ്ത്രീ അവിടെ എഴുതിയിരിക്കുന്നതാണ്, ഒരു ശമരിയക്കാരിയായ ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യേശു അവളോട് കുടിക്കാൻ ചോദിച്ചു. ഞാൻ അല്പം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോട്ടെ. യേശു അവളോട് കുടിക്കാൻ ചോദിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യേശു അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തോ? ഇത് മുഴുവൻ പാസേജും വായിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, യേശുവിന് കുടിക്കാൻ കിട്ടിയില്ല. യേശുവിന് വെള്ളം കുടിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? 28-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, അതായത് അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചാൽ ഓടിപ്പോയെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം യേശുവിന് എന്ത് കിട്ടിയില്ല? വെള്ളം കിട്ടിയില്ല. പക്ഷേ വെള്ളം കിട്ടാഞ്ഞത് കൊണ്ട് യേശു എന്താ പറയുന്നത്? എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ ചില വെള്ളം ചോദിച്ചിട്ടുള്ളൂ, വെള്ളം തന്നില്ല, ഞാൻ ആകെപ്പാടെ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണെന്നാണോ ശിഷ്യന്മാർ പറയുന്നത്? അവർ പറഞ്ഞു, ഗുരു ഭക്ഷണം കഴിച്ചാലെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആഹാരം കഴിഞ്ഞു, വെള്ളം പോലും കിട്ടിയില്ല. പക്ഷെ പറയുന്നത് എന്താണ്? എൻ്റെ ആഹാരം കഴിഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ ദാഹം എന്തായിരുന്നു? യേശു ദാഹിച്ചത് ഒരു ശമരിയ ആത്മാവിന് വേണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവൾ 10-ാമത്തെ വാക്യത്തിൽ അവളോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, പക്ഷെ അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ, നീ അതൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് കുടിപ്പാൻ തരികയും ചെയ്യുമായിരുന്നു. യേശു ഫിസിക്കലി ഹി വാസ് തേഴ്സ്റ്റി, അതിന് യാതൊരു സംശയവുമില്ല. യേശുവിന് ദാഹമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ തൊട്ട് നടക്കുന്ന ഒരു വ്യക്തി ഉച്ചയ്ക്ക് 12 മണി, അതാണ് 6 മണി നേരം, ദാഹമില്ലാതെ ഇരിക്കത്തില്ല. പക്ഷേ ആ ദാഹത്തിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ദൃശ്യമായ ആ ദാഹത്തിനപ്പുറത്ത് കർത്താവ് ആഗ്രഹിച്ചത് ശമരിയയിലെ ജനങ്ങളാണ്. ശമരിയക്കാരി സ്ത്രീ മാത്രമല്ല, നമ്മൾ പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്കറിയാം, അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? യേശു കർത്താവ് നേടുന്നുണ്ട്. ആ ആളുകൾ മുഴുവൻ ഓടി വന്നിട്ട് എന്താണ്? യേശു കർത്താവിനെ അംഗീകരിക്കുന്നതാണ്. ആ ശമരിയ പട്ടണം മുഴുവൻ ആ സ്ത്രീ പറഞ്ഞ നിമിത്തം അവരെല്ലാവരും ഓടി വന്നു, യേശുവിൻ്റെ വാക്കുകളെ കേട്ടു, യേശുവിനെ കണ്ടു, അവരെല്ലാവരും യേശുവിനെ അംഗീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ദാഹത്തിൻ്റെ തലം എന്താണ്? എല്ലായ്പ്പോഴും യേശു എന്ത് പ്രതീക്ഷിക്കുന്നു? യേശു പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അവൻ്റെ ദാഹം നമ്മളെക്കുറിച്ചാണ്. 4-ാം അധ്യായത്തിൻ്റെ തന്നെ 34-ാം വാക്യം വായിക്കുമ്പോൾ വേഴ്സ് 34 അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ
ദാഹം, വിശപ്പ്, ഈ വക കാര്യങ്ങൾ, ഫിസിക്കൽ ദാഹമുണ്ട്. അതേസമയം എന്തുകൊണ്ട്? ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നതായ ദാഹമുണ്ട്. യേശു കർത്താവിൻ്റെ ദാഹം രണ്ടുമുണ്ട്. ഹി വാസ് ഫിസിക്കലി, അവന് നല്ല ദാഹം അവന് ശാരീരികമായി തോന്നുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി അവൻ്റെ മനസ്സിൽ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്ന നിലയിൽ അവൻ്റെ ദാഹം തീർന്നില്ല. അതിന് വെള്ളം അവന് കിട്ടിയില്ല. അവൻ ഭൗതികമായി വെള്ളം കുടിച്ചില്ല, അവൻ ഭക്ഷണം കഴിച്ചില്ല. പക്ഷേ യേശു പറയുകയാണ്, ഈ ഭൗതികമായ ആഹാരത്തിനും അപ്പുറത്ത് എന്തുണ്ട്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്, വലിയൊരു ആത്മീയ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. അവൻ്റെ ഫിസിക്കലായിട്ടുള്ള ദാഹത്തിനപ്പുറത്ത് അവൻ പറയുന്നു, എനിക്ക് എല്ലാവരെക്കുറിച്ചും എല്ലാവർക്കുമായും ദാഹമുണ്ട്. യേശുവിന് നമ്മളെയാണ് ദാഹം. ജീസസ് നീഡ്സ് അസ്. അവൻ്റെ ദാഹത്തിൻ്റെ പൊരുളതാണ്, നമ്മളെ ദാഹിക്കുന്നു. യേശുവിന് എന്നെ ദാഹിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, എനിക്ക് വേണ്ടിയുള്ള ദാഹമാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദാഹമാണ്. കാൽവറി ക്രൂശിൽ കിടന്ന് യേശു പ്രതീക്ഷിക്കുന്നത് ജനങ്ങളാണ്. അവൻ്റെ സന്തോഷവും അതാണ്. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുമ്പോൾ അവൻ സന്തതിയെ കണ്ട് സന്തോഷിച്ചെന്ന് എഴുതുന്നത്. അതായത് കാൽവറി ക്രൂശിൽ അവനുണ്ടായിരുന്ന ദാഹം തീരുന്നത് എപ്പോഴാണ്? വെൻ ഹി വാസ് ലുക്കിംഗ് എഹെഡ്, ഹി വാസ് സീയിങ് ചിൽഡ്രൻ. അവൻ മക്കളെ, സന്തതികളെ കണ്ട്. എങ്ങനെ സന്തതികൾ? ക്രൂശിൽ അവൻ ജനിപ്പിക്കുവാൻ പോകുന്ന ജനങ്ങളെ കണ്ട് അവൻ സന്തോഷിച്ചു. അപ്പോൾ അവൻ്റെ ദാഹത്തിൻ്റെ ആത്മതലം എന്താണ്? ഹീ ഈസ് തേഴ്സ്റ്റി ഫോർ പീപ്പിൾ, ജനങ്ങൾ. ഇന്നും എന്നും യേശുവിൻ്റെ ഏറ്റവും വലിയ ദാഹം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരുമാണ്, ജനങ്ങളാണ്. അവൻ്റെ ദാഹം ശമിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് കൊണ്ട് കൊടുത്തു. പക്ഷേ ഇന്ന് യേശു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത് പുളിച്ച വീഞ്ഞല്ല, നല്ല വീഞ്ഞുമല്ല, ഒരു വീഞ്ഞുമല്ല. നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെയാണ്. ഗാഡ് ഈസ് തേഴ്സ്റ്റി ഫോർ പീപ്പിൾ. യഹോവ, ദൈവം, യേശു ജനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി. മറ്റുള്ള മതങ്ങളിലെ ദൈവങ്ങളെ പോലെ ചോര കൊതിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്താണ്? നമ്മുടെ ജീവൻ അവൻ്റെ കയ്യിൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. അവൻ നമ്മുടെ നരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ അവൻ്റെ രാജ്യത്തിലേക്ക്, അവൻ്റെ കൈകളിലേക്ക് നമ്മൾ ഫലമേൽപ്പിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ റിക്കൺസിലിയേഷൻ. അതാണ് വാസ്തവത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്താണ് നിരപ്പിൻ്റെ ശുശ്രൂഷ? ഒരാൾ, രണ്ട് കൂട്ടർ തമ്മിൽ നിരപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരാളുടെ കൈ എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ്. എന്നതുപോലെ കർത്താവ് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ദാഹം തീർക്കാൻ ഈ ജനങ്ങളെ അവൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവൻ്റെ ദാഹം തീർക്കാൻ നമുക്ക് കഴിയുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവ് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യൻസ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ചെറിയൊരു വാക്യമാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്യം ആണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുള്ളത്, എന്നാൽ ദൈവം അതിനെയും ഇതിനെയും ഇല്ലായ്മ ചെയ്യും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. അവിടെ പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വിശപ്പുണ്ടായാൽ നമ്മൾ ശരീരത്തെ ഫില്ല് ചെയ്യുന്നത് ആഹാരം കൊണ്ടാണ്. അതാണ് അവിടുത്തെ അർത്ഥം. അതായത് ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുള്ളത്. വയറെന്ന് പറയുന്നത് വിശപ്പിന്. നമുക്ക് വിശക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അന്വേഷിക്കുന്നത് എന്താണ്? ഫുഡാണ്, ആഹാരം. ആഹാരവും വിശപ്പും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദാഹവും വെള്ളവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ദാഹിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോയി വെള്ളം കുടിക്കുന്നു, ഇല്ലേ? അപ്പോൾ അത് അന്യോന്യം എന്താണ്? ദാഹം, വെള്ളം. ദാഹത്തെ ശമിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വിശപ്പിനെ ശമിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം. ഇതുപോലെ എൻ്റെ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ശരീരം എന്നുള്ള അർത്ഥത്തിലല്ല, എൻ്റെ എല്ലാ ഹ്യൂമൻ ഫാക്കൽറ്റീസും ഉൾപ്പെടെയുള്ള എൻ്റെ ബുദ്ധിയും എൻ്റെ വികാരങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ തീരുമാനശക്തിയും എൻ്റെ അന്തരാത്മാവിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇവിടെ ബോഡി എന്ന് പറയുന്നത്. വയറ് വിശക്കുമ്പോൾ ഞാൻ ആഹാരം തിരക്കുന്നു. എനിക്ക് വിശക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ദ ഹോൾ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് വിശപ്പ് നേരിടുമ്പോൾ, വിശപ്പുണ്ടാകുമ്പോൾ, വെൻ ഐ ഫീൽ ഐ എം ഹംഗ്രി, ഞാൻ വിശക്കുന്നവനായി തീരുമ്പോൾ, വയറ് വിശക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആഹാരം തിരക്കുന്നു. പക്ഷേ എനിക്ക് വിശക്കുമ്പോൾ, അതിനെ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കണം.
ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എൻ്റെ വയറ് വിശക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആഹാരം കൊണ്ട് അതിനെ നിറയ്ക്കുന്നു. പക്ഷെ എനിക്ക് വിശക്കുമ്പോൾ ശരീരമോ ദുർനടപ്പിനല്ല, എന്തിനാണ്? കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. ദിസ് ഈസ് സംതിങ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. അതായത് പോൾ പറയുന്നത്, നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ അതിനെ നിറയ്ക്കേണ്ടത് ആരെ കൊണ്ടാണെന്നാണ് പറയുന്നത്? കർത്താവിനെ കൊണ്ടാണ്. കർത്താവിന് വിശക്കുമ്പോൾ അവൻ അത് നിറയ്ക്കുന്നത് നിങ്ങളെ കൊണ്ടുമാണ്. നമുക്ക് അന്യോന്യമുള്ള ഒരു ബന്ധമാണ്. വയറ് ഭോജ്യങ്ങൾക്കും ഭോജ്യങ്ങൾ വയറ്റിനുമുള്ളത്, ഇല്ലേ? ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്. വിശപ്പും ആഹാരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളും കർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലെ പറയുന്നത്. വയറ് വിശക്കുമ്പോൾ ആഹാരം കൊണ്ട് നിറയ്ക്കുന്നത് പോലെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ആരെ കൊണ്ട് അതിനെ നിറയ്ക്കണം? കർത്താവിനെ കൊണ്ട് നിറയ്ക്കണം. തിരിച്ചുകൊണ്ട് കർത്താവിന് വിശക്കുമ്പോൾ അവൻ നമ്മളെ കൊണ്ടാണ് നിറയ്ക്കുന്നതെന്ന്. വിശക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്തെ ഫിസിക്കൽ മീനിങ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആത്മയാഥാർത്ഥ്യമാണ്. വി ഡിസയർ ഗാഡ് ആൻഡ് ഗാഡ് ഡിസയേഴ്സ് അസ്. ഞാൻ യേശുവിനെ മോഹിക്കുന്നു, യേശു എന്നെ മോഹിക്കുന്നു. ഞാൻ യേശുവിനെ ദാഹിക്കുന്നു, യേശു എന്നെ ദാഹിക്കുന്നു. യേശു ശമരിയക്കാരി സ്ത്രീയോട് പറയാണ്, എൻ്റെ ദാഹം ആർക്ക് വേണ്ടിയാണ്? ശമരിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നീ ഉൾപ്പെടുന്ന ശമരിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ദാഹം. എൻ്റെ ആത്മാവ് ദാഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പീപ്പിൾ ഓഫ് ശമരിയ. അതുകൊണ്ടാണ് യേശു വെള്ളം തിരക്കി വരികയാണ്. അവൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ ശമരിയയിലേക്ക് അവൻ വരികയാണ്. ശമരിയയിൽ വന്ന ശിഷ്യന്മാരെ ജൂയിഷ് റെസ്റ്റോറൻറ്റ് തിരക്കി പട്ടണത്തിൽ പോയെങ്കിൽ യേശു പറഞ്ഞു, എനിക്ക് നിറയാൻ ആവശ്യമാകുന്ന ആഹാരം, അതാ നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട്. എനിക്ക് നിറയാൻ ആവശ്യമായ ആഹാരം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന തന്തൂരി ചിക്കനൊന്നും അല്ല. എനിക്ക് നിറയാൻ ആവശ്യമായ ആഹാരം വരുന്നുണ്ട്. ആര്? ഈ സ്ത്രീ പോയി, നമ്മളവിടെ കാണുന്ന 4-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സ്ത്രീ പാത്രം വെച്ചതിന് ശേഷം പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോകുന്നു. പട്ടണത്തിൽ ചെന്നിട്ട് 28-ാമത്, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമെന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന്, അതായത് ഈ ജനങ്ങളെല്ലാം ഈ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട്, എൻ്റെ ആഹാരം വരുന്നുണ്ട് എന്നവൻ പറഞ്ഞു. ആകയാൽ വല്ലവനും അവനെ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശുവോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതായത് ഞാൻ ശമരിയയിലേക്ക് വന്നത് ജൂയിഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്തൂരി ചിക്കൻ കഴിക്കാനല്ല. ഞാൻ ശമരിയയിലേക്ക് വന്നത് എനിക്ക് ദാഹിച്ചിട്ടാണ്. ഞാൻ ശമരിയയിലേക്ക് വന്നത് എനിക്ക് വിശന്നിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? എൻ്റെ ആഹാരം വരുന്നേ ഉള്ളൂ. എൻ്റെ ആഹാരം വരുന്നതേ ഉള്ളൂ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിനെ വിളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടി വയ്ക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലി ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവരോട് വരാൻ പോകുന്ന കൊയ്ത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിലെ ചിന്ത എന്താണ്? 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരും. കർത്താവ് പറഞ്ഞു, 4 മാസം കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണും. നിങ്ങൾ അധ്വാനിക്കാത്തത് കൊയ്യാനാണ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നതെന്ന്. അതായത് വിളവ് ഇങ്ങോട്ട് വരികയാണ്, നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്കിയാൽ മതിയെന്ന്. അവർ തല പൊക്കി നോക്കിയപ്പോൾ എന്താ കണ്ടത്? 39-ാമത്തെ വാക്യത്തിൽ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് 3 സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമരിയർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്ക്, ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്കിയാൽ ഇപ്പം തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന കാണുന്നു. അവർ തലപൊക്കി നോക്കിയപ്പോൾ നീണ്ടു വരുന്നു ശമരിയരെല്ലാം കൂടെ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ തന്നെ നിവൃത്തിയാകുകയാണ്. എന്ത്? ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. ഏതാണ് കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത്? കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് ശമരിയരാണ്. ഇവരുടെ മനസ്സിൽ, ജീവിതത്തിൽ, ജന്മത്തിൽ അവർ ചിന്തിച്ചില്ല ശമരിയരെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന ആളുകളാണെന്ന്. അവർ ചിന്തിച്ചത് യഹൂദന്മാർ മാത്രമേ വിളഞ്ഞിരിപ്പുള്ളെന്നാണ്. നമ്മുടെ ചിന്ത അതാ, മലയാളികൾ മാത്രമേ വിളഞ്ഞിരിപ്പുള്ളൂ, സുറിയാനി ക്രിസ്ത്യാനികളെ വിളഞ്ഞിരിപ്പുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ
കൊയ്ത്തിന് വിളഞ്ഞ് വെളുത്തിരിക്കുന്ന അനേക ശമരിയരെ നിങ്ങൾക്ക് കാണാം, തലപൊക്കത്തില്ലല്ലോ. അതാ പ്രശ്നം. ഇനിയുണ്ട് 4 മാസമെന്നാണ് നമ്മൾ പറയുന്നത്. ഇല്ല, ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് തലപൊക്കി നോക്ക്. നിങ്ങളൊന്ന് തലപൊക്കി നോക്കിയാൽ യേശുവിന് വേണ്ടി വിളഞ്ഞിരിക്കുന്ന അനേക കറ്റകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അനേക കതിരുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ തലപൊക്കി നോക്കത്തില്ല. നമുക്കിഷ്ടമുള്ളിടത്ത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ, അല്ലേ? താഴോട്ട് നോക്കി നടക്കുകയാണ്. വളരെ ലിമിറ്റഡ് വിഷൻ മാത്രമേ നമുക്കുള്ളൂ. ഈ ലിമിറ്റഡ് വിഷനാണ് നമ്മുടെ എല്ലാം പ്രശ്നം. എന്നാൽ യേശുവിന് അങ്ങനല്ല. അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആർക്ക് വേണ്ടി ദാഹിക്കുന്നു? ഈ ശമരിയയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ദാഹിക്കുന്നു. നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട്, അത് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അവൻ്റെ ദാഹം അവിടെ ഫലവത്താവുകയാണ്, അവൻ്റെ വിശപ്പ് അവിടെ ഫലവത്താവുകയാണ്. അവൻ അവിടെ അനേക ആളുകൾ അവനിൽ വിശ്വസിച്ചു, അനേക ശമരിയിൽ അവൻ വിശ്വസിച്ചു. അവരോടുകൂടെ പാർക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2 നാൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 2 നാൾ അവൻ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷകനെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് അവർ സ്ത്രീയോട് പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം, ഒരുപക്ഷെ അവൻ ക്രിസ്തുവായിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടെയൊക്കെയാണ് ശമരിയക്കാരി സ്ത്രീ എന്ന് പറഞ്ഞത്. ഇതാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവർ വന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ പറയുന്നതെന്നറിയാമോ? എന്താ പറയുന്നത്? ഇനിയിപ്പോൾ നിന്റെ വാക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തന്നെ കേട്ട് വിശ്വസിച്ചിരിക്കുന്നു. അനേക ശമരിയർ അവനിൽ വിശ്വസിച്ചു. വാസ്തവത്തിൽ ശിഷ്യന്മാർ നല്ല മനുഷ്യരാ. 2 നാൾ അവരോടുകൂടെ പാർത്തുന്നത്. ഇതിലെ പോകാൻ തന്നെ മനസ്സില്ലാത്ത ഈ പാർട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്തു? ശമരിയരുടെ കൂടെ പാർത്തു. കർത്താവ് രൂപാന്തരം വരുത്തി എല്ലാവരും നന്നാകുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാനും ഇരിക്കുന്നത്. കർത്താവിൻ്റെ ഒരു സ്പർശനത്തിൽ എന്താണ്, ഈ ശിഷ്യന്മാർ ഏതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. യേശുവിൻ്റെ ദാഹം എന്താണെന്ന് മനസ്സിലാക്കി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളോടൊന്ന് മനസ്സിലാക്കണം, യേശുവിൻ്റെ ദാഹം എന്താണ്. വ്യക്തിപരമായി അവൻ്റെ ദാഹം, അവൻ എന്നെ ദാഹിക്കുന്നു, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, കൊരിന്ത്യരിൽ നമ്മൾ വായിച്ചല്ലോ, എന്താണ്? ശരീരം ദുർനടപ്പിനല്ല. ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡി അല്ല, ഞാൻ, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഫാക്കൽറ്റീസ്, ഓൾ ഹ്യൂമൻ ഫാക്കൽറ്റീസ്, അതിൻ്റെ ഒരു ക്ലബിംഗ് ആണ്. അത് മൊത്തം ഒരുമിച്ച് ചേർത്താണ് വാസ്തവത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ശരീരം ദുർനടപ്പിനല്ല, കർത്താവിന്. കർത്താവ് ശരീരത്തിനും. കർത്താവൻ എന്നെ ദാഹിക്കുന്നു, എനിക്ക് കർത്താവിനെ ദാഹിക്കുന്നു. ഈ ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി ഒരു വലിയ ഒരു കാര്യമാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. നമ്മളെ ദാഹിക്കുന്നവനായ കർത്താവിനെ ദാഹിക്കുന്ന നമ്മൾ. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവൻ്റെ ദാഹത്തിൻ്റെ ആഴം നമ്മളൊന്ന് അറിയുമോ? കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് ദാഹിക്കുന്നു. അവനെ കണ്ടുകൊണ്ടിരുന്ന സാധാരണക്കാരായ ആളുകൾ അവർക്കതിനെ ഫിസിക്കലായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അവരുടെ ആത്മകണ്ണുകൾ തുറന്നവരല്ല. അവർ ദൃശ്യയാഥാർത്ഥ്യങ്ങളെ മാത്രം മനസ്സിലാക്കുന്നവരാണ്. ആ ദൃശ്യയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യരെന്ത് ചെയ്തു? ഒരു സ്പോഞ്ച് നിറയെ പുളിച്ച വീഞ്ഞെടുത്ത്, അല്ലെങ്കിൽ കയ്പ് കലർത്തിയ വീഞ്ഞ്, ട്രക്ഡ് വൈനെടുത്ത് അവന് കുടിക്കാൻ കൊടുത്തു. അത് രുചി നോക്കിയാറേ അവനെ കുടിപ്പാൻ മനസ്സായില്ല. അവനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനത് ടേസ്റ്റ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ടേസ്റ്റ് ചെയ്തപ്പോൾ അവന് കുടിക്കാൻ മനസ്സായില്ല. മത്തായി എഴുതിയിരിക്കുകയാണ്, അതിന് മനസ്സായില്ല. എന്തുകൊണ്ട് മനസ്സായില്ല? അവൻ്റെ മനസ്സായില്ല. ഇറ്റ്സ് ബിക്കോസ് അവൻ ഹ്യൂമൻ വേയിൽ, മാനുഷികമായി എല്ലാ വേദനകളുടെയും പാരമ്യതയിൽ തന്നെ അത് അനുഭവിക്കാൻ അവൻ തയ്യാറായി. അത് ലോക യാഥാർത്ഥ്യങ്ങൾ മാത്രം കാണുന്ന വ്യക്തികളാണ് അവൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൗതിക യാഥാർത്ഥ്യമായി അതിനെ കണ്ടതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വീഞ്ഞവന് കുടിക്കാൻ കൊടുത്തത്. പക്ഷേ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ കാൽവരി ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശു ദാഹിക്കുന്നത് വീഞ്ഞിന് വേണ്ടി മാത്രമല്ല, പ്രത്യുത എന്തിനു വേണ്ടിയാണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മളെയാണ് അവന് ദാഹിക്കുന്നത്. ഇന്നും അവൻ അത് തന്നെയാണ് ദാഹിക്കുന്നത്. ഇന്നും യേശുവിന് ദാഹിക്കുന്നുണ്ട്, ഇന്നും യേശുവിന് ദാഹിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ്റെ ദാഹം തീർക്കാൻ നമ്മൾ എന്താ കൊണ്ട കൊടുക്കുന്നത്? ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അവൻ്റെ ദാഹം തീർക്കാൻ നമ്മൾ എന്താണ് കൊണ്ട കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ അവൻ ദാഹിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അവൻ്റെ ദാഹം തീർക്കാൻ അവൻ നമ്മളെ ദാഹിക്കുന്നു. നമ്മളെ അവന് കുടിക്കാൻ കൊടുക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെ അവന് കുടിക്കാൻ കൊടുക്കുമോ? ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനും. നമ്മൾ അവനും, അവൻ നമുക്കും.
എൻ്റെ വലിയ മോഹം അവനോടാണ്, അവൻ്റെ വലിയ മോഹം എന്നോടാണ്. ഇന്ന് പകൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. എന്ന് തന്നെയല്ല, നമ്മൾ മാത്രമല്ല, നമ്മളെ കുടിച്ചാൽ തീരുന്നതല്ല അവൻ്റെ ദാഹം. ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും അവനാണ് സൃഷ്ടിച്ചത്. എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവൻ മരിച്ചത്, ആണോ? എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് സഭയ്ക്കുള്ളിലേക്ക് കയറി വരുന്ന ചർച്ച് ഗോവേഴ്സിന് വേണ്ടി മാത്രമല്ല അവൻ മരിച്ചത്. അവൻ മരിച്ചത് ഈ 5 ഭൂഖണ്ഡങ്ങളിലുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അവൻ്റെ ദാഹം പൂർണ്ണമായും തീർക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവരെയൊക്കെ നമ്മൾ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തേലേ പറ്റുള്ളൂ. ഇന്ത്യക്കാരായ ആളുകൾ, ചൈനക്കാരായ ആളുകൾ, ഇന്ത്യയിൽ തന്നെയുള്ള എത്രയോ ആളുകൾ. ഞാൻ വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ ഈ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു വലിയ ജ്ഞാനമാണ്. ശരിക്കും ഈ അർബനൈസേഷനും മറ്റും പറയുമ്പോഴത്തേക്ക് എനിക്ക് പട്ടണം ഇഷ്ടമുള്ള ആളല്ല. പട്ടണം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കും ഇല്ല, എൻ്റെ ഭാര്യയ്ക്കും ഇല്ല, എൻ്റെ മക്കൾക്കും ഇല്ല. അവർക്കെല്ലാം ഗ്രാമം മതി. ഗ്രാമത്തോട് ഭയങ്കര ആഭിമുഖ്യം, എനിക്ക് ഭയങ്കര ആഭിമുഖ്യമാണ്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഒരു പഴയ ഒരു ഫ്രേസ്, ഇംഗ്ലീഷിലൊരു ഫ്രേസ് പറയാറുണ്ട്, ഗാഡ് ക്രിയേറ്റഡ് വില്ലേജസ് ആൻഡ് മാൻ മെയ്ഡ് സിറ്റീസ് എന്ന്. ദൈവം ഗ്രാമങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ പട്ടണങ്ങളെ ഉണ്ടാക്കി. അർബനൈസേഷൻ ഇന്നത്തെ വലിയ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അർബനൈസേഷൻ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അർബനൈസേഷൻ്റെ വലിയൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം ബീഹാറിയെയും ഒറീസക്കാരനെയും ആന്ധ്രാക്കാരനെയും ഒക്കെ നിങ്ങളുടെ ഗ്രാമത്തിലും പട്ടണത്തിലും കിട്ടുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നേരത്തെ ഒരു ബീഹാറിയെ കാണണമെങ്കിൽ നിങ്ങൾ പാറ്റ്നയിൽ ചെല്ലണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബീഹാറിയെ കാണണമെങ്കിൽ പാറ്റ്നയിൽ പോകണ്ട. എവിടെയാ? എറണാകുളത്തും കോഴിക്കോട്ടും. ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിൽ വരെ പണിയെടുക്കാൻ വരുന്നവൻ ഇപ്പോൾ ബീഹാറിയാണ്. എന്തിനാ കർത്താവ് കൊണ്ട് തന്നെന്നറിയാമോ? അതാ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാ കൊണ്ട് തന്നത്? നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് പണിക്കാരെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഇവരെയൊക്കെ യേശുവിന് ദാഹിക്കുന്നു. ഈ ബീഹാറിക്ക് വേണ്ടിയൊക്കെയാണ് യേശു ദാഹിച്ചത്. ഈ ഒറീസക്കാരന് വേണ്ടിയാണ് യേശു ദാഹിച്ചത്. അവൻ ദാഹിക്കുന്ന ആളുകളെയൊക്കെ അവൻ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുക. എന്തിനാ? എന്നിട്ട് കർത്താവ് പറയാ, എനിക്ക് ദാഹിക്കുന്നെന്ന്. അവനത് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ അവന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ അർബനൈസേഷൻ്റെ ഗുണം ഞാനതാ കാണുന്നത്. ഏക ഗുണം, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഏക ഗുണം, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും അർബനൈസേഷൻ വലിയൊരു പ്രോബ്ലമായിട്ടാണ് ഗവൺമെൻറ് എല്ലാം കാണുന്നത്. പക്ഷേ ആത്മീയ തലത്തിൽ കർത്താവ് ചെയ്ത ഒരു വലിയ കാര്യമാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ദൈവം ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വരവ് കാലസമ്പൂർണതയിൽ നടക്കേണ്ടതിന് വേണ്ടി ചരിത്രത്തെ മുഴുവൻ ദൈവം മാറ്റിമറിച്ചിട്ടുണ്ട്. റോമൻ ഭരണവും ഗ്രീക്ക് ഇൻവേഷനും എല്ലാം വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് കഴിയുന്ന രീതിയിൽ. കാരണം 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷീകരണം ഇത്രയും ശക്തമായതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രീക്ക് ഭാഷ എല്ലാവരും സംസാരിക്കുന്നതുകൊണ്ടാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലക്സാണ്ടർ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. 1 വേൾഡ് എന്ന് പറയുന്ന ഏക ലോക ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് ലോകം മുഴുവൻ ഗ്രീക്ക് സംസ്കാരവും ഭാഷയും വ്യാപിപ്പിക്കുവാനാണ് അലക്സാണ്ടർ പരിശ്രമിച്ചത്. അത് സുവിശേഷത്തിന് ഗുണമായി. ഇതുപോലെ ഈ അർബനൈസേഷൻ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുകയാണ്? സുവിശേഷത്തിന് ഗുണമായിരിക്കുകയാണ്. സുവിശേഷത്തിന്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നിപ്പോൾ അവർക്ക് ലാംഗ്വേജ് ഉണ്ട്, അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും, അവർ നന്നായിട്ട് പഠിച്ചവരാണ്. അങ്ങനെ പഠിച്ചതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതറിയാം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ കൊച്ചിന് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അവനെവിടെ പോയാലും രക്ഷപ്പെടുമെന്നാണ്. ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് രക്ഷപ്പെടത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ആ ലാംഗ്വേജ് എൻ്റെ കുടുംബത്തിന് പ്രയോജനമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തത്? എന്തുകൊണ്ട്? പല രാജ്യങ്ങളിലേക്ക് പോകാൻ ദൈവം, പല നാടുകളിലേക്ക് പോകാൻ ദൈവം അവൻ അവസരം കൊടുത്ത് എന്തിനാണെന്നറിയാമോ? അവിടെയൊക്കെ യേശുവിന് ദാഹിക്കുന്ന ആളുകളുള്ളത് കൊണ്ടാണ്. ഞാൻ കേരള ബന്ധുക്കോസ് ചരിത്രം എന്ന എൻ്റെ പുസ്തകം ഇവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ ഒത്തിരി സ്റ്റോറീസ്, ചരിത്രം നടന്ന കാര്യങ്ങൾ, അതിലൊരു ചരിത്രം ഞാനിവിടെ പറയുകയാണ്. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു കാര്യമായതുകൊണ്ടാണ്. നിങ്ങൾ പലർക്കും അറിയാമല്ലോ, PM ഫിലിപ്പ് അപ്പച്ചൻ, പാസ്റ്റർ PM ഫിലിപ്പ്, IPCയിലെ പാസ്റ്റർ PM ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കർഷകനായ ഒരു വ്യക്തിയായിരുന്നു. പണ്ടത്തെ കർഷകരായ ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഫീസ് കൊടുത്തൊക്കെ, പണ്ട് ഫീസ് കൊടുത്തൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ജന്മിയായിരുന്നു. പക്ഷേ എന്നാലും അക്കാലത്തെ ജന്മിമാർക്ക് പോലും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടത്ര
സാമ്പത്തിക, അവർക്ക് ഇഷ്ടംപോലെ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ പാസ്റ്റർ PM ഫിലിപ്പിനെ മാത്രം പിതാവ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു. PM ഫിലിപ്പിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് 14-15 വയസ്സുള്ളപ്പോൾ ദൈവം അദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. PM ഫിലിപ്പ് അപ്പച്ചൻ അന്ന് PM ഫിലിപ്പ് അന്നത്തെ 15 വയസ്സുള്ള ടീനേജ് ബോയ് ആകെപ്പാടെ വിഷമിച്ചു. കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, പക്ഷെ പോകാൻ പറ്റുമോ? കാരണം അപ്പൻ ഒരാളെ മാത്രമേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അപ്പൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നിരിക്കണം? ഇവൻ നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല ജോലി വാങ്ങിച്ചിട്ട് വേണം വീടിൻ്റെ ഉദ്ധാരണം നടക്കാനായിട്ട്. ഇദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞ സ്റ്റോറിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാനത് പെന്തക്കോസ്ത് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടു. ഈ യുവാവ് ഒത്തിരി പ്രയാസപ്പെട്ടു. എങ്ങനെ ഇതൊന്ന് കൺവേ ചെയ്യും? പിതാവിനോട് എങ്ങനെ ഒന്ന് ചെന്ന് പറയും? അപ്പച്ചാ, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോകത്തില്ലേ? കാര്യം ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും പണമില്ലാത്ത കാലത്ത് പണം കൊടുത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം മോൻ പെട്ടെന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് ആളുകൾക്ക് പ്രയാസമാണ്. പിന്നെ അക്കാലത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ വിഷമിച്ച് ഒരു ദിവസം വളരെ പ്രാർത്ഥിച്ച് ധൈര്യം പ്രാപിച്ച് അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. എന്താ മോനെ? അപ്പച്ചൻ, എനിക്കറിയാം അപ്പച്ചന് പ്രയാസമായിരിക്കും, എന്നാലും ഞാൻ പറയട്ടെ, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, പൂർണ്ണസമയം. അപ്പച്ചൻ മോനെ അങ്ങ് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ ഇപ്പോഴാ എൻ്റെ മനസ്സിനൊരു സമാധാനമായത്. ചോദിച്ചു, അതെന്താ? ഞാൻ നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നിന്നെ വിളിക്കാൻ വേണ്ടി. അപ്പച്ച, പിന്നെന്തിനാ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നത്? എന്നെ ജോലിക്ക് വിടാനല്ലേ? അല്ല, പിന്നെന്തിനാ എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നത്? PM ഫിലിപ്പിൻ അപ്പച്ചൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ പറഞ്ഞ വാചകം, മോനെ എനിക്കാകെപ്പാടെ മലയാളവും അല്പം തമിഴും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കേരളത്തിലും ഈ തമിഴ്നാടിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാനുള്ള വിദ്യാഭ്യാസം എനിക്ക് ഇല്ല. പക്ഷേ നിന്നെ ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നീ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന്. അതിനുവേണ്ടിയാണ് പണമില്ലാതിരുന്നിട്ടും ഞാൻ നിനക്ക് വിദ്യാഭ്യാസം നൽകി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പിതാക്കന്മാർ ഇന്നുണ്ടോ? അതല്ലേ നമ്മുടെ സഭയുടെ വലിയൊരു പ്രശ്നം. പ്രവാചകന്മാർ എന്ന് പറയുന്നു മക്കളിലൂടെ ഒരു ഉദ്ധാരണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മക്കളിലൂടെ ഒരു ഉദ്ധാരണം. എന്തോന്ന് മക്കളിലൂടെയുള്ള ഉദ്ധാരണം? മക്കളിലൂടെയുള്ള ഉദ്ധാരണം എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് മക്കളിലൂടെ ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, എൻ്റെ പരിമിതമായ വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യത്തിൽ, എൻ്റെ പരിമിതമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ, എൻ്റെ പരിമിതമായ യാത്രാ പശ്ചാത്തലത്തിൽ എൻ്റെ മക്കൾ ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് ചെയ്യുമ്പോഴാണ് മക്കളിലൂടെയുള്ള ഉദ്ധാരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത്. കർത്താവിന് ദാഹിക്കുന്ന അനേകര്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മക്കൾ മറ്റൊരു നാട്ടിൽ പോകുന്നുണ്ടോ? കുഞ്ഞുങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്, മക്കളെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാഹം തീർക്കണം. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ദാഹം തീർക്കണം. അവർ പറയരുത്, എടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചതാ, എന്നെ മറക്കല്ലെന്നല്ല. നിങ്ങളെ മറക്കട്ടെ അവൻ. നിങ്ങളെ മറന്നാലും അവൻ കർത്താവിൻ്റെ ദാഹം തീർക്കുന്ന പൈതലായിരിക്കണം. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന പൈതങ്ങളായിരിക്കണം. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിലുള്ള ഉദ്ധാരണം എന്ന് പറയുന്നത്. കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശു കർത്താവ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് കർത്താവ് പറയുന്നത്? എനിക്ക് ദാഹിക്കുന്നു. ആരെ ദാഹിക്കുന്നു? എന്ത് ദാഹിക്കുന്നു? വെള്ളമാണോ? അല്ല. വീഞ്ഞാണോ? അല്ല. എന്താണ് എനിക്ക് ദാഹിക്കുന്നത്? ഓഫ് കോഴ്സ് അതിൻ്റെ പ്ലെയിൻ തലത്തിൽ നമ്മൾ ആലോചിച്ചാൽ അവൻ വെള്ളം ദാഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്മതലത്തിൽ അവൻ ദാഹിക്കുന്നത്, അദൃശ്യ ലോകത്ത് അവൻ ദാഹിക്കുന്നത് എന്താണ്? നമ്മളെ ഓരോരുത്തരെയും. നാം കർത്താവിനും കർത്താവ് എനിക്കും. നമ്മളെ മാത്രമല്ല, ആരെയൊക്കെ? ലോകത്തിലുള്ള സകല ജനങ്ങളെയും. എന്തുകൊണ്ട്? അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ മാത്രമല്ല, ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. അവൻ ഒറീസാക്കാർക്ക് വേണ്ടിയും
ഹിമാചൽ പ്രദേശുകാരന് വേണ്ടിയും, കാശ്മീരിക്ക് വേണ്ടിയും, കാബൂളുകാരന് വേണ്ടിയും, പാകിസ്ഥാനിക്ക് വേണ്ടിയും, സൗദി അറേബ്യക്കാരന് വേണ്ടിയും, അറബിക്ക് വേണ്ടിയും, ഈജിപ്ഷ്യന് വേണ്ടിയും, ട്യൂണീഷ്യക്കാരന് വേണ്ടിയും, യഹൂദന് വേണ്ടിയും, അമേരിക്കക്കാരന് വേണ്ടിയും, ടാൻസാനിയക്കാരന് വേണ്ടിയും അവൻ ദാഹിക്കുന്നു. കാരണം അവൻ മരിച്ചത് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. അവൻ്റെ ദാഹം തീർക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവൻ്റെ ദാഹം ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, കാൽവരി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ മാത്രമല്ല, ഇന്നും യേശുവിന് ദാഹിക്കുന്നു. പക്ഷെ നമ്മളൊരു ദാഹം തീർക്കണം. നമ്മൾ 6-ാമത്തെ തിരുമൊഴിയിലേക്ക് നമ്മളൊന്ന് പ്രവേശിച്ച് നിൽക്കുകയാണ്. അവിടെ തുടങ്ങുന്ന 1-ാമത്തെ കാര്യം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. സകലതും നിവൃത്തിയായി എന്നാണ് അവിടെ കാണുന്നത്. നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഐ ആം ഫിനിഷ്ഡ് എന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ തീർന്നെന്നല്ല പറയുന്നത്, എനിക്ക് ചെയ്തു തീർക്കാൻ തന്നതെല്ലാം ഞാൻ ചെയ്ത് തീർത്തു. സകലതും നിവൃത്തിയായി. പലപ്പോഴും ആളുകൾ മരിക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം തീരുകയാണ്, അല്ലേ? ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് നോർമലി വാട്ട് ഹാപ്പൻസ്? അവന് പിന്നീട് പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് മരിക്കാനുള്ള പേടി എന്നറിയാമോ? ഇനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, പല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും നിവൃത്തിയായി എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നിവൃത്തിയായി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നാളെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, പക്ഷേ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ ചെയ്തു തീർക്കും. ഇന്ന് എന്നെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നു അത് ഞാൻ ചെയ്തു തീർക്കും. എനിക്ക് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ഫിനിഷ് യുവർ വർക്ക്. തിരുവെഴുത്ത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കലായിട്ട് ഒരു വൺ ടൈം സാക്രിഫൈസ് ആണ് യേശുവിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. നിവൃത്തിയായെന്ന് യേശു പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് എ വൺ ടൈം സാക്രിഫൈസ്. പഴയ പ്രവാചകൻ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും അവർ യാഗം അർപ്പിക്കേണ്ടി വന്നിരുന്നു. പാപപരിഹാരത്തിന് വേണ്ടി അവർ എപ്പോഴും യാഗം അർപ്പിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ യേശുവിൻ്റെ മരണത്തോടുകൂടെ തിരുവെഴുത്തുകളുടെ നിവൃത്തി സംഭവിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട്, ടോട്ടലായിട്ട്. അതുകൊണ്ട് അങ്ങനെ അല്ല, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. മഹാപുരോഹിതൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അന്യരക്തത്തോടുകൂടെ, മഹാപുരോഹിതൻ അവൻ്റെ രക്തത്തോടുകൂടെ അല്ല കയറി ചെല്ലുന്നത്. അതും ആണ്ടിലൊരിക്കൽ അവൻ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ രക്തം കൊണ്ടല്ല ചെല്ലുന്നത്, ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷേ യേശു ഒരിക്കലായിട്ട്, അതാണ് കാൽവരി ക്രൂശിൽ നടക്കുന്നത്. അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വന്തം രക്തം കൊണ്ട്, പലപ്പോഴായിട്ടല്ല, ഒറ്റ പ്രാവശ്യമായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം അർപ്പിക്കണമായിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ അവന് പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, പലപ്പോഴും അവൻ വരേണ്ടിയിരുന്നു. മറ്റ് മതങ്ങളുടെ ചിന്തയും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നറിയാമോ? മറ്റ് മതങ്ങളിൽ അവതാരങ്ങൾ പലപ്പോൾ സംഭവിക്കണം. ഞാനത് വിശ്വസിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുന്ന അനുസരിച്ച് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പുതിയ
അവതാരങ്ങൾ ഉണ്ടാകണം, ഇല്ലേ? പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അതൊരു വേർലി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷേ യേശു കർത്താവിൻ്റെ കാര്യത്തിൽ അവൻ പലപ്പോഴായിട്ട് കഷ്ടം അനുഭവിക്കുകയും പലപ്പോഴായിട്ട് മരിക്കുകയും പല പ്രാവശ്യം വരികയും അല്ല. പല അവതാരങ്ങളുടെ പ്രശ്നമില്ല. ഇറ്റ് ഈസ് എ വൺ ടൈം സാക്രിഫൈസ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ്, വൺ ടൈം സാക്രിഫൈസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ അലേർട്ടായിരിക്കേണ്ടത്. കാര്യം നമ്മൾ ഇനിയും, അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഇനിയും നമ്മൾ അവൻ്റെ വിശുദ്ധ രക്തത്തെ നിഷേധിച്ച് അതിനെ മലിനമെന്നെണ്ണുകയാണെങ്കിൽ പാപങ്ങളുടെ പരിഹാരത്തിനായി വേറൊരു യാഗം അവശേഷിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു വൺ ടൈം സാക്രിഫൈസ് ആണെന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ വൺ ടൈം സാക്രിഫൈസ് ആണെന്ന് ഉള്ളത് ഒരു വലിയ മുന്നറിയിപ്പും കൂടെയാണ്. ഇറ്റ് ഇസ് എ വൺ ടൈം സാക്രിഫൈസ്. ഒരിക്കലായിട്ട് നടക്കുന്ന യാഗമാണ്. അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. നമ്മളെ അത് എന്ത് ചെയ്യുന്നു? ഈ ഒറ്റ സാക്രിഫൈസ് കൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി എല്ലാ ആണ്ടിലും മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായിട്ട് പശുക്കളുടെ രക്തവുമായിട്ട് ഒക്കെ അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പോഴും യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഓരോ പ്രാവശ്യവും യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഒരു വൺ ടൈം സാക്രിഫൈസ്. അന്യരക്തം കൊണ്ടാണ് മഹാപുരോഹിതൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ യേശു കർത്താവ് സ്വന്തം രക്തം കൊണ്ട് ചെന്നതുകൊണ്ട് ഇനി ഒരു യാഗം ആവശ്യമില്ല. എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ ഇനിയൊരു യാഗം ഇല്ല എന്നുള്ളത് ഒരു മുന്നറിയിപ്പും കൂടെയാണ്. ഇനിയൊരു യാഗം ആവശ്യമില്ല എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരാശ്വാസമാണ്. പക്ഷേ ഇനിയൊരു യാഗം ഇല്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ മുന്നറിയിപ്പാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആ യേശുവിൻ്റെ വിശുദ്ധ രക്തത്തെ മലിനമെന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മറ്റൊരു യാഗം അവശേഷിച്ചിട്ടില്ല. യേശുവിൻ്റെ മരണത്തോടെയാണ് എല്ലാം നിവൃത്തിയാകുന്നത്. കാൽവറി ക്രൂശിൽ യേശു കാൽവറി ക്രൂശിന് മുമ്പ് തന്നെ അവൻ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായെന്ന് പറയുന്നത് ഏത് സമയത്താണ്? വെൻ ഹി വാസ് ഡൈയിങ്. അതിന് മുമ്പല്ല. യേശുവിനെ പടയാളികൾ ഗത്സമന തോട്ടത്തിൽ നിന്ന് അവൻ പുറത്തു വന്നു. അവൻ പുറത്തു വന്ന സമയത്ത് പടയാളികൾ വന്നിട്ട് എന്ത് ചെയ്തു? അവനെ പിടിച്ചു കെട്ടി അവനെ വിസ്താര സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വിസ്താര സ്ഥലത്ത് വെച്ച് അവൻ പറയുന്നുണ്ടോ എല്ലാം നിവൃത്തിയായെന്ന്? ഇല്ല. യേശുവിനെ വിസ്തരിച്ചതല്ല തിരുവെഴുത്തുകളിലെ നിവൃത്തിയുടെ, അല്ലെങ്കിൽ ദ ഫൈനൽ പെർഫെക്റ്റ്, ആത്യന്തികമായി പൂർണ്ണമായ നിവൃത്തി എന്ന് പറയുന്നത് എപ്പോഴല്ല? അവൻ്റെ വിധിയുടെ അല്ലെങ്കിൽ വിചാരണയുടെ സമയത്തല്ല. അതിനുശേഷം യേശു കർത്താവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഒന്നുകൂടെ 40 അടി ചാട്ടവാറ് കൊണ്ടടിച്ചു. അവൻ്റെ ശരീരം മുഴവുചാലുകൾ പോലെ കീറി. നമുക്കറിയാം. ആ അടിയെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞോ സകലതും നിവൃത്തിയായി എന്ന്? ഇല്ല. കാരണം അവിടെയും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ല. അവൻ കാൽവറി ക്രൂശിൽ ആണിയടിക്കപ്പെട്ട സമയത്തും എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പ് അവൻ പറയുകയാണെന്ത്? ഇതാ സകലതും നിവൃത്തിയായി. എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് അവൻ്റെ കഷ്ടപ്പാടുകൾ അപ്രധാനമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ്റെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവൻ്റെ പ്രാണൻ നമുക്ക് പകരമായി വെച്ചു കൊടുത്ത് മരണമേറ്റെടുക്കുമ്പോഴാണ് നിവൃത്തിയായി എന്ന വാക്കിൻ്റെ പ്രസക്തി പൂർണ്ണമാകുന്നത്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്. അത് പൂർണ്ണമായി തീർന്നു. യേശുവിൻ്റെ മരണത്തോടെയാണ് എല്ലാം നിവൃത്തിയാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിവൃത്തിയായി എന്നുള്ള ആ ഒരു ആശയം വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിലെങ്കിലും കാണുന്നുണ്ട്. ഒന്നാമത് നമ്മളിത് കാണുന്നത് സൃഷ്ടിയുടെ വിവരണത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം ദൈവം നിവൃത്തനായി. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ദ വർക്ക് ഓഫ് ക്രിയേഷൻ, ഇറ്റ് വാസ് ഫിനിഷ്ഡ്. സൃഷ്ടിയിലെ പ്രവൃത്തി എന്തായി? നിവൃത്തിയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിവൃത്തിയായി. രണ്ടാമത് യേശു കർത്താവ് പറയുന്നതാണ് നിവൃത്തിയായി. എന്താണ്? സൃഷ്ടിയിൽ
പാപം പ്രവേശിച്ച് കഴിഞ്ഞിട്ട് പാപത്തിൻ്റെ വീണ്ടെടുപ്പ് എന്തായിത്തീരുകയാണ്? യേശുവിൻ്റെ മരണത്തിലൂടെ നിവൃത്തിയാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ നിവൃത്തിയാണ് കാണുന്നതെങ്കിൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ നിവൃത്തിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു സൃഷ്ടിയുടെ നിവൃത്തിയാണ്, പൂർത്തീകരണമാണ്. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം പൂർത്തീകരിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. എന്നാൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് വീണ്ടെടുപ്പിൻ്റെ നിവൃത്തിയാണ്. പിന്നീട് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും, യോഹന്നാൻ അവൻ്റെ ദർശനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് അവൻ കാണുന്ന കാഴ്ച എന്നാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ബാക്കിയുള്ളതെല്ലാം ഇല്ലാതെയായെന്നാണ് പറയുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതാണ് അടുത്ത നിവൃത്തി, വരാൻ പോകുന്ന നിവൃത്തി എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ നിവൃത്തിക്ക് ശേഷം ദൈവം വിശ്രമിച്ചു, അല്ലെങ്കിൽ അവൻ സ്വസ്ഥനായി. സ്വസ്ഥനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങിയെന്നല്ല അർത്ഥം. അതൊരു ഭയങ്കര സെലിബ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബത്ത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതിരിക്കുക എന്നാണെന്ന് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ശബത്ത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതിരിക്കുക എന്നല്ല ദൈവം മനസ്സിലാക്കിയിരുന്നത്. 7-ാം ദിവസം ദൈവം, നിങ്ങളാരും ചിന്തിക്കരുത് കർത്താവ് ആകെപ്പാടെ ക്ഷീണിച്ച് കിടന്നുറങ്ങിയെന്ന്, 6 ദിവസം പണിയെടുത്ത് വെച്ച് അല്ല. 7-ാമത്തെ ദിവസം മനുഷ്യനാണല്ലോ 6-ാമത്തെ ദിവസം അവസാനം സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യ സൃഷ്ടിയാണ് അവസാനത്തെ സൃഷ്ടി. 6-ാമത്തെ ദിവസം തന്നെയാണ് മൃഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് 7-ാമത്തെ ദിവസം, അതാണ് ശബത്ത് ദിവസം. ദൈവം തൻ്റെ സൃഷ്ടിയുടെ 7-ാമത്തെ ദിവസം മനുഷ്യൻ്റെ 1-ാമത്തെ ദിവസമാണ്. ദൈവം എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്ന് മനുഷ്യനെന്തോ ചെയ്യായിരുന്നു? ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മകുടമായ തൻ്റെ മകനാക്കി ദൈവം നിയമിച്ച ആദാമിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സൃഷ്ടിയെല്ലാം കൊണ്ട് കാണിച്ചു. ഒരു വലിയ സെലിബ്രേഷനാണ്, ഒരു ആഘോഷം. പിതാവായ ദൈവവും മകനായ ആദമും ഒരുമിച്ച് ഒരാഘോഷം. അതാണ് വാസ്തവത്തിൽ ശബത്ത് എന്ന് പറയുന്നത്. ശബത്ത് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ശബത്തിനെ കുറിച്ച് പറയുന്നത് യഹോവയുടെ ഉത്സവങ്ങളുടെ കൂട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ, എ സെലിബ്രേഷൻ. പക്ഷേ ഈ സെലിബ്രേഷൻ പിന്നീട് പൂർണ്ണമായ തോതിൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെയും നടന്നില്ല. ഈ സെലിബ്രേഷൻ പാപത്തോടുകൂടെ എന്താണ് നഷ്ടമായി. ശബത്ത് അനുഭവം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു നിഴൽ മാത്രമായിരുന്നു, ഒരു നിഴൽ. സകലതും വരുവാനുള്ളതിൻ്റെ നിഴലായിരുന്നു. വീണ്ടും അതിൻ്റെ പൊരുളായി വരുന്നത് വീണ്ടെടുപ്പ് എന്ന ആ പ്രക്രിയയിലൂടെയാണ് വീണ്ടും ഈ ശബത്ത് അനുഭവം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് നടന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ ജീസസ് ഡൈഡ് ഓൺ എ ക്രോസ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ. അതുകൊണ്ടാണ് നിവൃത്തിയായി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സമയത്തും നിവൃത്തിയായി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ നേരത്തുമാണ്. എന്നാൽ ഈ ശബത്തനുഭവത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ ലോകത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറയുമ്പോൾ ആദ്യം അവൻ സൃഷ്ടി പൂർത്തിയാക്കി, രണ്ടാമത് അവൻ വീണ്ടെടുപ്പ് പൂർത്തിയാക്കി, മൂന്നാമത് ദൈവത്തോടു കൂടെ സഹവസിക്കുന്ന ശബത്തനുഭവത്തിൻ്റെ പൂർത്തീകരണം. ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. God has created us, He has redeemed us, and we are yet to be transformed into His own image. അവസാനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ദൈവികതയിൽ നമ്മൾ പൂർത്തീകരണത്തിലേക്ക്, തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരനുഭവം. നിവൃത്തിയായി. 5-ാമത്തെ ഭാഗത്തോട് യേശു നമുക്ക് വേണ്ടി ദാഹിക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണ്ടി ദാഹിക്കുന്നു? ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി. കാര്യം അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ.